പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷന് വേണ്ടിയുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും 17/6/2023 ഓൺലൈനിൽ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 930 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 1850 രൂപയുമാണ് ഫീസ് വരിക. പേയ്മെൻറ്റ് നടത്തിയ ശേഷം അതിൻ്റെ സക്സസ് ആയതിൻ്റെ പ്രിൻ്റ് ഔട്ട് റെസിപ്റ്റ് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. അത് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ സമയത്ത് നൽകേണ്ട ഒന്നാണ്. ഓൺലൈനിൽ ഫീ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമുള്ള കാര്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. ഈ ഒരു ഘട്ടത്തിൽ ഫീ പേയ്മെൻറ്റ് മാത്രം നടത്തിയാൽ മതിയാകുന്നതാണ്. കോളേജ് ജോയിനിങ് ഈ ഒരു ഘട്ടത്തിലല്ല, അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിലാണ്. 18 മുതൽ 19 മുതൽ 22 വരെയുള്ള ഡേറ്റുകളിലായിരിക്കുമെന്നാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഷെഡ്യൂളിൽ പറയുന്നത്. ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ കോളേജ് ജോയിനിങ് സമയത്ത് നിങ്ങൾക്ക് ആ കോളേജിൽ പോയിട്ട് സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഉയർന്ന ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ പിന്നീടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പുതിയ കോളേജിലേക്കോ കോഴ്സിലേക്കോ വരികയാണ് എങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷനാണ്, ഒന്നാമത്തെ ഓപ്ഷനല്ല, ഉയർന്ന ഓപ്ഷനിലാണ് ലഭിച്ചത്. പക്ഷേ ആ ഒരു ഓപ്ഷൻ തന്നെ മതി, അതിൽ ജോയിൻ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഫീ പേയ്മെൻറ്റ് നടത്തിയാൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇനി അതല്ല, ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പുതിയൊരു കോളേജിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ ആ ഒരു കോളേജിലേക്കും കോഴ്സിലേക്കും നിങ്ങൾ മാറി ജോയിൻ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റ് ആ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി അതല്ല, സെക്കൻഡിലും തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഒന്നും ലഭിച്ചിട്ടില്ല, ഇപ്പോൾ ലഭിച്ച സീറ്റിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റിൽ തന്നെ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി കോളേജ് ജോയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കൈവശം ആധാർ ID-യോ അതല്ലെങ്കിൽ ആധാർ ID കാർഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ഇത് വിദ്യാർത്ഥികൾക്കുള്ള തിരിച്ചറിയൽ കാർഡാണ്. ഈ നൽകിയിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ആധാർ കാർഡ് ലഭിക്കുക. ഈ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ വെച്ച് ആധാർ ID കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആധാർ ID ലഭിക്കുന്നതാണ്. അതിനുശേഷം ആധാർ ID കാർഡും ലഭിക്കുന്നതായിരിക്കും. കോളേജിൽ ജോയിൻ ചെയ്യാൻ ആധാർ ID മതി, ആധാർ ID കാർഡ് നിർബന്ധമില്ല. ഇനി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കും എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന സ്ഥാനത്ത് ആപ്ലിക്കേഷൻ നമ്പർ നൽകുക. അതുപോലെ പാസ്വേഡ് നൽകിയാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്, ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ള കാര്യം ഇവിടെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെയായി നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി, അലോട്ട്മെൻറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള ലിങ്ക് കാണാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. കോളേജ് ജോയിനിങ് സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ്, അതുപോലെ തന്നെ എത്ര ഫീസാണ് കോളേജിൽ നൽകേണ്ടി വരിക, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായി ഓപ്ഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുത്താൻ വേണ്ടി സാധിക്കുക, ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോകൾ ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ്.